എല്ലാവർക്കും നമസ്കാരം. ഫെബ്രുവരി 2-ന് കോവളത്ത് ലീലാസ് ഹോട്ടലിൽ ഞങ്ങളുടെ ക്ലയൻ്റായ HSBC ബാംഗ്ലൂർ ഒരു വലിയൊരു ഫംഗ്ഷൻ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അലനും കൂടിയിട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് 11 മണിയായപ്പോൾ വിചാരിച്ചു എന്നാൽ നമുക്കൊരു ഫാമിലി ആയിട്ട് പോവാം. എൻ്റെ വൈഫ്, അലൻ്റെ വൈഫ്, കൊച്ചൊക്കെ ആയിട്ട് ഒരു ഫാമിലി ട്രിപ്പ് ആക്കാം. അപ്പോൾ അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് രാത്രി റെഡിയായി വന്നു. എനിക്കൊരു മോനേ ഉള്ളു, അവൻ താമസിക്കുന്നത് വടുതലയിലാണ്. അപ്പോൾ അവർ രാത്രിയോടുകൂടി എല്ലാം പാക്ക് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ 2-ാം തീയതി രാവിലെ ഒരു 6 മണിക്കാണ് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ NH വഴി ഭയങ്കര പണി നടക്കണ കൊണ്ടിട്ട് ഞങ്ങൾ തോപ്പുംപടി, കണ്ണമാലി, ചെല്ലാനം വഴി പോകാമെന്നാണ് വിചാരിച്ചത്. അവിടെ ആകുമ്പോൾ നല്ല ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര രസമായിട്ട് പോകാം എന്ന് പ്ലാൻ ചെയ്ത്. അപ്പോൾ ഞങ്ങൾ തോപ്പുംപടി വഴി പോയപ്പോൾ ഈ തോപ്പുംപടി പഴയ പാലം വഴിയാണ് ഞങ്ങൾ പോയത്. പഴയ പാലം അതൊരു ഹിസ്റ്ററിയാണ്. ഇതിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ആ പാലം അതിൻ്റെ നടുഭാഗം പൊന്തുമായിരുന്നു. അതായത് വലിയ ഷിപ്പൊക്കെ തുറമുഖത്തിലേക്ക് വരുമ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നടുഭാഗം ഉയരണ രീതിയിലുള്ള ഒരു സിസ്റ്റമാണ്. അത് ചെയ്തത് റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറയുന്ന ഒരു എൻജിനീയറാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എൻജിനീയറായിരുന്നു പുള്ളി. അപ്പോൾ അതിക്ക് മുമ്പ് അവിടെ ഐലൻഡ്, ചെറിയൊരു ഐലൻഡായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ബ്രിസ്റ്റോ അത് 16 വർഷം എടുത്തിട്ടാണ് കായലിൽ നിന്ന് ചെളി അടിച്ച് അത് നികത്തി ഇപ്പം കാണുന്ന ഐലൻഡ് ആക്കിയത്. ഈ പാലത്തിൻ്റെ ലെങ്ത്ത് ഏതാണ്ട് ഒരു 500 മീറ്ററോളം വരും. അപ്പോൾ ഈ ഇതേപോലെ തന്നെ സ്റ്റീലും മരവും ചേർത്തിട്ടാണ് നടുഭാഗം ഉണ്ടാക്കിയേക്കണത്. അത് ഒരു കപ്പി വെച്ചിട്ട് ഉയരണ രീതിയിലുള്ള സിസ്റ്റമാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ഈ പാലത്തിന് ലണ്ടൻ ബ്രിഡ്ജ് എന്നും പറയും. കാരണം ലണ്ടനിൽ ചെയ്യണ രീതിയിലുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ടിട്ട് ഇതിനെ കൊച്ചിയുടെ ലണ്ടൻ ബ്രിഡ്ജ് എന്നും പറയും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി. തിരുവനന്തപുരത്തേക്ക് ടൂറ് പോകണമെന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരു പേരക്കുട്ടിയുണ്ട്. അവൾക്ക് 4.5 വയസ്സായി. ഈവ് എന്നാണ് അവളുടെ പേര്. അപ്പോൾ അവൾക്കാണ് ഭയങ്കര ആകാംക്ഷ തിരുവനന്തപുരത്ത് അവിടെ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇവക്ക് ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അപ്പോൾ അവിടെ വെള്ളത്തിൽ കളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ഭയങ്കര ആകാംക്ഷയുള്ള സംഭവം. അപ്പോൾ അവിടെ ശംഖുമുഖം ബീച്ച്, കോവളം ബീച്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ കഷിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ ഇവളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും പൊക്കത്തുനിന്ന് വരക്കുമ്പോൾ ഇവള് കാല് തൊട്ട് പൊക്കത്തേക്കാണ് വരക്കണത്. അപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വരക്കണത്. അപ്പോൾ ഇവളാണ് ഈ തിരുവനന്തപുരം തിരിച്ചിട്ട് രംബുന്തന വരുതി എന്നും പറഞ്ഞ് ആക്കിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളൊരു തമാശ രംബുന്തന വരുതിയിലേക്ക് ഒരു ഫാമിലി ട്രിപ്പ് ഒന്ന് ആക്കാൻ കാര്യം. ഇവളുടെ ഈ ചെറുപ്പം മുതലുള്ള താല്പര്യം കാരണം ഞങ്ങൾ ഇതേപോലെയുള്ള ഡ്രോയിങ്സിൻ്റെ ബുക്സും കാര്യങ്ങളും പെയിൻറ്റ് ചെയ്യാനുള്ള ക്രയോൺസും കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ കൊടുക്കുമായിരുന്നു. അപ്പോൾ അവൾ ഫ്രീ ടൈമിലൊക്കെ ഇതാണ് ചെയ്യണത്. എങ്ങനെയാണ് ഈവ് കുറച്ച് വ്യത്യസ്തമായതെന്നുള്ള അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ എന്ന സാധനം കൊച്ചിന് ഇതുവരെ കൊടുത്തിട്ടില്ലെന്നുള്ളതാണ്. കാരണം പല വീടുകളിലും ഞാൻ ചെല്ലുമ്പോൾ 2 വയസ്സ് 3 വയസ്സുള്ള കൊച്ചുങ്ങളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണാണ്. അവർ ഫുഡ് കഴിക്കുമ്പോൾ പോലും മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അത് ഭയങ്കര അപകടകരമായ ഒരു സാധനമാണ്. അത് ആർക്കും മനസ്സിലാകാനില്ല. അപ്പോൾ ഞങ്ങൾ കൊച്ചു ജനിച്ചപ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 5 വയസ്സ് വരെയെങ്കിലും മൊബൈൽ ഫോൺ കൊടുക്കരുത്. അപ്പോൾ അത് കൊടുക്കാത്ത കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടാനും വരക്കാനും അത്യാവശ്യം കളിക്കാനും ഒക്കെയുള്ള കുറേ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ നിങ്ങളോട് പറയാനാണ്, ഒരു 5 വയസ്സ് വരെയെങ്കിലും ഈ മൊബൈൽ ഫോൺ കൊച്ചു പിള്ളേർക്ക് കൊടുക്കാണ്ടിരിക്കുക. അവരുടെ ബാല്യം അവർ ആസ്വദിക്കട്ടെ. അവർ ഈ അല്ലാണ്ടുള്ള പല രീതിയിലുള്ള സ്കില്ലുകൾ അവർക്ക് രൂപാന്തരപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ സാധനം കൊടുക്കരുത്. പിന്നീട് ഞങ്ങൾ പോയത് കണ്ണമാലി വഴിയാണ്. കണ്ണമാലി വഴി പോയപ്പോൾ അവിടെ വളരെ പ്രശസ്തമായ ഒരു പള്ളിയുണ്ട്, സെൻറ്റ് ജോസഫ് ചർച്ചാണ്. അത് എല്ലാ വർഷവും 19-ാം തീയതി ഊട്ടുതിരുനാൾ നടത്തുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ 1905 അവിടെ കടൽക്ഷോഭവും പേമാരിയെല്ലാം വന്നപ്പോൾ അവിടെ കോളറ എല്ലാവർക്കും പടർന്നു പിടിച്ചായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു ഭൂരിഭാഗം ആൾക്കാരും കോളറ വന്ന് മരിച്ചെന്നാണ് പറയണത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വികാരി 18-ാം തീയതി വൈകുന്നേരം കഞ്ഞി കൊടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് അവിടെ ആകെ 12 പേരാണ് അവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഈ 12 പേർക്കും ഈ ഫുഡ് കഴിക്കാനായിട്ട് പേടിയായിരുന്നു. കാരണം ഫുഡ് കഴിച്ചാൽ വയറിളകി ഛർദ്ദിച്ച് മരിക്കണേണ്. അപ്പോൾ ഈ പള്ളിയിലെ അച്ഛൻ
സെൻറ്റ് ജോസഫിനോട് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ചിട്ടാണ് ഈ കഞ്ഞി വിളമ്പണത്. അച്ഛൻ കഞ്ഞി കുടിച്ചിട്ട് അച്ഛന് ഒന്നും സംഭവിക്കാതെ കണ്ടപ്പോൾ ബാക്കിയുള്ള 12 പേരും ഈ കഞ്ഞി കഴിച്ച് അവർ മരിച്ചില്ല. അപ്പം അതിൻ്റെ ഓർമ്മക്ക് ഇപ്പോൾ എല്ലാ വർഷവും മാർച്ച് 19 ഇതിങ്ങനെ ആഘോഷിച്ച് തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്ന എല്ലാ സെൻറ്റ് ജോസഫ് പള്ളികളിലും ഈ 19 ഊട്ട് നേർച്ചയുള്ളതാണ്. അപ്പോൾ അതാണ് ആ പള്ളിയുടെ പ്രത്യേകത. പിന്നീട് ഞങ്ങൾ പോയത് കണ്ണമാലിയുടെ കടലിൻ്റെ സൈഡിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ നമുക്ക് കടൽക്ഷോഭം വരുമ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് കടൽ ഭിത്തികൾ കെട്ടിയിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം ഇതേപോലെ നീളത്തിൽ കെട്ടിയിട്ടേക്കണേണ്. അത് ഭയങ്കര ഒരു ഭംഗിയാണ്. ഇപ്പം തിരയൊക്കെ അടിച്ച് വരുമ്പോൾ ആ തിരമാല ഇങ്ങനെ പൊങ്ങി വരുന്നതും നമ്മുടെ മേത്തൊക്കെ വീഴുന്നതും ഭയങ്കര ഒരു ഫീലാണ്. അതിപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ കണ്ണമാലി പള്ളി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുമ്പിലേക്ക് വന്നപ്പോൾ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് പിന്നെ കണ്ടത്. അതായത് 2 വശത്തും നിറയെ വെള്ളവും കൃഷിയും അതുപോലെ തന്നെ മീൻപിടുത്തവും ഒക്കെ ആയിട്ടുള്ള ഭയങ്കര ഒരു ഭംഗിയുള്ള ഒരു പ്രദേശമാണ്. ഇതിന് കണ്ടക്കടവെന്നാണ് പറയണത്. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിറയെ കണ്ടൽ കാണാൻ പറ്റും. അപ്പോൾ ഈ കണ്ടലെന്ന് പറയുന്ന മരം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മണ്ണൊലിപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടൽ പണ്ട് കാലത്ത് നടണത്. പണ്ട് ഈ നമ്മുടെ ഈ വരമ്പത്ത് കൃഷിയുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുവന്നിട്ട് ഈ കണ്ടലിങ്ങനെ നിരനിരയായിട്ട് നടും. അപ്പോൾ അത് ഭയങ്കര ഒരു വെയില് പോലെ ഒരു അതിർത്തി പോലെ അത് പിടിച്ചു നിൽക്കും. അത് മണ്ണിൻ്റെ അടിയിലേക്ക് അതിൻ്റെ വേര് ആഴ്ന്നിറങ്ങുന്നത് കൊണ്ടിട്ട് മണ്ണിടിച്ചിലുണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ഈ ഭാഗത്ത് സംഭവങ്ങളുടെ മുമ്പിൽ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് വെള്ളത്തിലാണ് ഈ കണ്ടൽ പിടിച്ച് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ കൂടുതലും കൃഷിയും മീൻപിടുത്തം ഒക്കെ ആയിട്ടാണ് ജീവിക്കണത്. അപ്പോൾ രാവിലെ ഒരു 6-7 മണിക്കൊക്കെ ഈ കവലയിൽ ഒരു നീല ഷീറ്റ് ഇട്ടിട്ട് നിറയെ പിടക്കണ മീനുകൾ, കരിമീനുണ്ടായിരുന്നു, ഞണ്ടുണ്ടായിരുന്നു, കൊഞ്ചുണ്ടായിരുന്നു, ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ലേലം വിളിക്കണ ഒരു ഏർപ്പാടുണ്ട്. അപ്പോൾ വളരെയധികം ലാഭത്തിൽ കിട്ടും. അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് ഫ്രഷായിട്ടുള്ള മീൻ കിട്ടും എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ജീവിത രീതി ഭയങ്കര രസമാണ്. മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. ഇവിടെ ഈ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഈ ദേശാടന പക്ഷികൾ കൂട്ടമായിട്ട് വരും. ഭയങ്കര വലുതാണത്. അത് നിറയെ വരും. അത് കാണാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ഫോറിനേഴ്സും എല്ലാം ഇവിടെ കാണാം. നിറയെ ഷൂട്ട് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ ഈ ഇവിടെ എരണ്ട, പിന്നെ ഈ ചെറിയ കാട, താറാവ്, അതെല്ലാം നിറയെ കാണാൻ പറ്റും. അത് കുറേ മരത്തേലൊക്കെ പൊന്തി നിൽക്കണതാണ്, ഇങ്ങനെ ചിറകൊക്കെ വിരിച്ച് നിൽക്കണതാണ്. ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ അതാണ് കണ്ടക്കടവിൻ്റെ പ്രത്യേകത. കടൽ ഭിത്തിയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ച്. അപ്പോൾ കുറച്ചുകൂടി മുമ്പിലേക്ക് പോകുമ്പോൾ അവിടെ നല്ലൊരു ബീച്ചുണ്ട്. അത് ഭയങ്കര വെളുത്ത് പഞ്ചാര പോലത്തെ മണ്ണാണ് അവിടെ വന്നേക്കണം. അതിപ്പോൾ ഫോർട്ട് കൊച്ചി ഒന്നുമല്ല എൻ്റെ മുമ്പിൽ. അതേപോലെ ഭയങ്കര വൃത്തിയുള്ള നല്ലൊരു ബീച്ചാണ്. അതിപ്പോൾ നിറയെ ആൾക്കാരൊക്കെ ഇപ്പോൾ അവിടെ വന്നു തുടങ്ങിയിട്ടാണ്. അതിന് കേരളത്തിൻ്റെ ലക്ഷദ്വീപ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഈ ഗ്രാമത്തിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ ഒരു 8:30 മണിയായപ്പോൾ ഞങ്ങൾ ആലപ്പുഴ എത്തി. ആലപ്പുഴയിൽ ഞങ്ങൾ എന്തായാലും ഹൈവേ വഴി പോകണ്ട, എന്നാൽ പിന്നെ നമുക്ക് കുട്ടനാട് വഴി, അതായത് AC റോഡ്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡെന്നാണ് അതിന് പറയുന്നത്. ഇപ്പം പഴയ കുട്ടനാടൊന്നുമല്ല, അവിടെ നല്ല ബ്രിഡ്ജുകൾ വന്നിട്ടുണ്ട്. കുട്ടനാടിൻ്റെ മുഖച്ഛായ തന്നെ മാറി. ഭയങ്കര ഭംഗിയുള്ള വലിയ ബ്രിഡ്ജുകളാണ്. പണ്ടത്തെ കുട്ടനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതലും ജല ഗതാഗതങ്ങളാണ് ഉപയോഗിച്ച് വെച്ചത്. ബോട്ട്, വഞ്ചി അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം നിറയെ തോടും കായലും പുഴയൊക്കെ ഉള്ള ഇതേപോലത്തെ തന്നെ ഒരു പ്രദേശമാണ് കുട്ടനാട്. പണ്ട് ഇപ്പോൾ ഇതേപോലെ തന്നെ പാലക്കാടും കുട്ടനാടുമാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്. പണ്ട് നിറയെ ലാഭം ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അടിക്കടി വരുന്ന വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് കൃഷി നാശങ്ങളും പിന്നെ വലിയ ലാഭം ഇല്ല എന്നുള്ളത് കൊണ്ടിട്ട് കുറേ പേര് കൃഷിയിൽ നിന്ന് മാറി. അതുപോലെ തന്നെ ഇവിടെ ഈ താറാവ് കൃഷി, മീൻ വളർത്തൽ, ഇതൊക്കെ ഇവിടെ സുലഭമായിട്ട്. നാടൻ താറാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസാണ്. കാരണം ഞങ്ങളുടെ ഈ ഈസ്റ്റർ ക്രിസ്മസിനൊക്കെ പള്ളിപ്പെരുന്നാളിനൊക്കെ കുട്ടനാടൻ താറാവിനാണ് അവിടെ കൊണ്ടുവന്നത്. അത് കുട്ടനാടൻ താറാവിൻ്റെ മീറ്റിന് ഭയങ്കര ടേസ്റ്റാണ്. പണ്ട് ഞങ്ങളുടെ തറവാട്ടിൽ കുറച്ച് താറാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളത്തിൽ ജീവിക്കണ താറാവ്ക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്.
അതുപോലെ തന്നെ ഇവിടുത്തെ കരിമീൻ ഭയങ്കര ടേസ്റ്റാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട സ്പോട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആര്യസ് എന്ന ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൂടുതലും ട്രാവൽ ചെയ്യുമ്പോൾ ഇതേപോലെ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറി കഴിക്കണത്. അപ്പോൾ അവിടെ കയറി നല്ല പൂരിയും മസാല ദോശ അതൊക്കെ സ്ഥിരം നമ്മുടെ ഐറ്റംസാണ്. അപ്പോൾ അതെല്ലാം കഴിച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ വീണ്ടും കുട്ടനാടിൽ കൂടി യാത്ര ചെയ്തത്. അപ്പോൾ കുട്ടനാടിൽ കൂടി വണ്ടി നമ്മൾ ഓടിച്ച് പോകുമ്പോൾ ഭയങ്കര ആ ഒരു ഫീല്, രണ്ട് വശത്തും നെൽപ്പാടങ്ങളുണ്ട്, ഇതേപോലെ തന്നെ നിറയെ വെള്ളങ്ങൾ, കായൽ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ നമ്മൾ MC റോഡിൽ കയറിയിട്ടാണ് ട്രിവാൻഡ്രത്തേക്ക് പുറപ്പെട്ടത്. കുട്ടനാടിൻ്റെ സംഭവത്തിൽ നമുക്ക് ആലപ്പുഴ എന്ന് പറയുന്ന സാധനം അത് മാറ്റിവെക്കാൻ പറ്റാത്ത. ആലപ്പുഴ കേരള ടൂറിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ്. ഇവിടെ കുറേ ആൾക്കാർ ഹൗസ് ബോട്ട് കൊണ്ടാണ് ജീവിക്കുന്നത്. ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, 1 കോടിക്ക് വില വരും ഒരു ഹൗസ് ബോട്ടിന്. കാരണം ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രീമിയം സാധനമാണ്. അതിൽ ഉള്ളത് 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള രീതിയിലുള്ള റൂംസും അതേപോലെയുള്ള സോഫയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യാം. അപ്പോൾ 2 റൂമുള്ള AC ഉള്ള ബോട്ട് ഉണ്ടാവും. ഇപ്പോൾ 4 ബെഡ്റൂമും അതിൽ കൂടുതലുള്ള ബോട്ടുകളും വന്നു തുടങ്ങി. അതായത് 150 പേർക്ക് വരെ കോൺഫറൻസ് നടത്താവുന്ന ബോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ കിട്ടുന്ന ഫുഡെന്ന് പറഞ്ഞാൽ ഇവർ കുക്ക് ആ പുഴയിൽ നിന്ന് പിടിച്ചെടുക്കണ നല്ല ഫ്രഷ് കരിമീൻ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫ്രൈ ഉണ്ടാക്കി തരും, കറി വെച്ച് തരും. നല്ല അതുകൂടാതെ ബാക്കിയുള്ള കുറേ കറികളുണ്ടാവും. പിന്നെ അവിടെ നിന്ന് ചെത്തുകൾ അവർ രാവിലെ അറേഞ്ച് ചെയ്ത് തരും. ഞാൻ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ അവർ ആ കടവിൽ നിർത്തിയിട്ട് ചെത്തി ഇറങ്ങണ കള്ള് തന്നായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് കാശ് കൂടുതൽ കൊടുക്കണം, എന്നാലും ഇതൊക്കെ ഒരു ഭയങ്കര ഒരു നമ്മൾ ടൂറൊക്കെ പോകുമ്പോഴുള്ള ഒരു അനുഭവമാണത്. അപ്പോൾ നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ആലപ്പുഴയിൽ ഈ ബോട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, നല്ലതായിരിക്കും.